ആരെങ്കിലും ശല്യപ്പെടുത്താനല്ല. അത് ഈ അള്ളാഹുവിന്റെ റസൂലിന്റെ മഹബ്ബത്തുള്ളവർക്ക് അതൊരു ശല്യവുമല്ല. പിശാചിനെ കേൾക്കുന്നവർക്ക് വലിയ റാഹത്ത് ഉണ്ടാവില്ല, അവർക്ക് വലിയ റാഹത്ത് ഉണ്ടാവില്ല. അതിരിക്കട്ടെ, അള്ളാഹുവിന്റെ റസൂലിന്റെ മഅ്ദനത്തിൽ അന്ന് ലൗഡ് സ്പീക്കർ ഇല്ലല്ലോ, അതിന്റെ മുകളിൽ കയറി മുഅദ്ദിൻ അതാ പാട്ട് പാടുന്നു, ബൈത്ത് ചൊല്ലുന്നു. ഈ ബൈത്ത് കേൾക്കുന്നു അബൂ ഹനീഫ ശ്രദ്ധിച്ചു. സുബ്ഹാനല്ലാഹ്, അബൂ ഹനീഫ കൂഫയിൽ നിന്ന് രചിച്ചുകൊണ്ട് ആരും അറിയാതെ താൻ തന്റെ കൈകൊണ്ട് എഴുതിയതായ ആ ഖസീദ അല്ലാഹു മാത്രമേ അറിയുള്ളൂ. തന്റെ റഖീബത്തീദ് എന്ന 2 മലക്കുകളെ അറിയുകയുള്ളൂ. മുത്തുനബിയും അറിഞ്ഞു കാണും, വേറെ 5ാമത്തെ ഒരാൾ അറിയില്ല എന്നാണ് താൻ മനസ്സിലാക്കിയത്. മഹാനവറുകൾ ഉണ്ടാക്കി വരുന്ന കവിത മദീനയിലെ മുഅദ്ദിനദാ മൗദനത്തിൽ നിന്ന് ചൊല്ലുന്നു. ആശ്ചര്യപ്പെട്ടു, എവിടുന്നാണ് ഈ കവിത കിട്ടിയത്? മഅ്ദനത്തിന്റെ താഴെ മഹാനവറുകൾ അങ്ങനെ കേട്ടുനിന്നു. പൂർത്തിയായി മുഅദ്ദിൻ ഇറങ്ങി ചോദിച്ചു, നിങ്ങൾക്ക് ലിമൻ ഹാദിഹിൽ ഖസീദ, ഈ കവിത ആരുടേതാണ്? മുഅദ്ദിൻ പറയുന്നു, അബീ ഹനീഫത്തുൽ കൂഫി, കൂഫക്കാരനായ അബൂ ഹനീഫ തങ്ങൾ ഉണ്ടാക്കിയതാണ്. സുബ്ഹാനല്ലാഹ്. അതഅരിഫു അബാ ഹനീഫ, നീ അബൂ ഹനീഫയെ അറിയുമോ? ഖാല ലാ, എനിക്കറിയില്ല അബൂ ഹനീഫയെ. ഫമിമ്മൻ ഹസ്സൽത, നീ ആരിൽ നിന്നാണ് ഇത് നിനക്ക് കിട്ടിയത്? ഖാല ഫീ റുയായ ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻഷിദുഹാ ബൈന യദൈ, നബി തങ്ങളെ മുമ്പിൽ അബൂ ഹനീഫ ഇത് പാടുന്നത് ഞാൻ കണ്ടു, അത് എനിക്ക് കാണാതെ പടിഞ്ഞു. മുത്തുനബി തങ്ങളുടെ മുമ്പിൽ ബുറുദ അവതരിപ്പിക്കുന്നത് കണ്ട മഹാന്മാരുണ്ട്. അബൂ റജാ സിദ്ദീഖ് തങ്ങളുടെ ചരിത്രം അല്ലാമ ശൈഖ് സാദ, അല്ലാമ ബാജൂരി, അല്ലാമ അസ്ഹരി, അതുപോലുള്ള മഹാന്മാർ ഉദ്ധരിക്കുന്നു. മുത്തുനബിന്റെ മുമ്പിൽ ബുറുദ ചൊല്ലുന്നു, അത് കേൾക്കുന്നു അബൂ റജാ തങ്ങൾ, അത് കാണാതെ പടിയുന്നു. അള്ളാന്റെ റസൂലിന്റെ അരികിൽ നിന്ന് മനസ്സറിഞ്ഞൊരു വിഷയം കേട്ടാൽ അത് കാണാതറിഞ്ഞു. സുബ്ഹാനല്ലാഹ്, ചരിത്രത്തിൽ കാണാം അബൂ ഹനീഫക്ക് ഇതങ്ങ് കേട്ടപ്പോ ഫദരിഫത്തിയ ഐനാ, അവിടുന്ന് പൊട്ടിക്കരയുന്നു. അള്ളാന്റെ റസൂലിന്റെ കാരുണ്യം, അതോടുകൂടെ ഈ പാപത്തിന്റെ കയ്യിൽ നിന്ന് ഈ കവിത അവിടുന്ന് സ്വീകരിച്ചല്ലോ എന്ന വലിയ മനസ്സ്, അതാ ആ മനസ്സുകൊണ്ട് മനസ്സിൽ ഇത് ഓർത്തപ്പോൾ അവിടുത്തെ കണ്ണുകൾ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹു നമ്മുടെ വാളും നമ്മുടെ ബുർദകളും നമ്മുടെ മൗലിദുകളും ഇവിടെ ആലപിക്കുന്നതും നമ്മളെ പള്ളിയിൽ നിന്ന് ചൊല്ലിയതും 30 ദിവസം അല്ലാഹു ചൊല്ലാൻ തൗഫീഖ് ചെയ്യട്ടെ, ഇനിയും ചൊല്ലാൻ തൗഫീഖ് ചെയ്യട്ടെ. മരണം വരെ മുത്തുനബിന്റെ മാദിഹീയങ്ങൾ, കവിതയും അവിടുത്തെ ബൈത്തുകളും മൗലിദുകളും നമ്മുടെ കുടുംബത്തിൽ പ്രചരിപ്പിക്കുന്നവരും അതെല്ലാം ചൊല്ലിപ്പിക്കുന്നവരുമായി അല്ലാഹു തആല നമ്മളാക്കി തരട്ടെ. എല്ലാം മുത്തുനബി കേൾക്കുമാറാകട്ടെ. പടച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് അതാ കാറ്റിനോട് പാറാൻ പറയുന്നു. ഹുബ്ബി ലിഖബരി മുഹമ്മദി, എന്നിട്ട് ഫബുത്തി അലൈന തീബ മിൻ ദാലികൽ ഖബരി, ആ ഖബറിനെ നീ തലോടി വരുമ്പോൾ ആ പരിമളം ബഗ്ദാദിലുള്ള എന്റെ അരികിലൊന്ന്, എന്റെ അരികിലൂടെ നീ ഒന്ന് പോണം. ആ പോകുന്ന ടൈമിൽ ആ പരിമളം ഒന്ന് എനിക്ക് ആസ്വദിക്കാമല്ലോ. കാറ്റിനോട് പറയുന്നു. ഇംറുഖൈസ് പറഞ്ഞില്ലേ, കറംഫൂലിന്റെ വാസന വിനൈസയെ തടകി വരുന്ന കാറ്റെനിക്ക് കൊണ്ടുവരുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് ആലങ്കാരികമാണെന്ന്? പലർക്കും തോന്നുന്നുണ്ടോ ആലങ്കാരികമാണെന്ന്? അല്ല, അല്ല. ഉവൈസുൽ ഖറനിയുടെ സ്മെല്ല് എനിക്ക് അടിക്കുന്നു, മുത്തുനബി പറയുന്നു. ഉവൈസുൽ ഖറനിനെ മുത്തുനബി കണ്ടിട്ടില്ല. ഉവൈസുൽ ഖറനിയുടെ സ്മെല്ല് എനിക്ക് ഞാൻ ആസ്വദിക്കുന്നു, ഞാൻ അനുഭവിക്കുന്നു. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ബഗ്ദാദിൽ നിന്ന് ബഗ്ദാദിൽ നിന്ന് ബുഖാറയുടെ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ ആളുകളുടെ വാസന ബുഖാറയിൽ നിന്ന് എന്റെ മൂക്കിലേക്ക് വരുന്നു. അവിടെ ബഹാവുദ്ദീൻ ബുഖാരി എന്ന പേരിൽ, ബഹാവുദ്ദീൻ നഖ്ശബന്ദിയെ പറ്റി പറയുന്നു, ബഹാവുദ്ദീൻ ബുഖാരി എന്ന പേരിൽ ഒരാള് ബഗ്ദാദിൽ വരുന്നതാണ്. ഫയതശറഫു ബി, എന്നെ കണ്ടായിരിക്കും റബ്ബിലേക്ക് മഹാനവറുകൾ എത്തുക. 150 വർഷങ്ങൾക്ക് ശേഷം ബഹാവുദ്ദീൻ നഖ്ശബന്ദി ജനിക്കുന്നു. ജനിക്കുന്ന മുമ്പ് തന്നെ ബഹാവുദ്ദീൻ നഖ്ശബന്ദിയുടെ സ്മെല്ല് ബഹുമാനപ്പെട്ട ജീലാനി തങ്ങളുടെ മൂക്കിലേക്ക് വന്ന വിവരമാണ് മഹാനോട് പറയുന്നത്.
ആ ചരിത്രം ദീർഘമാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇതൊന്നും ആലങ്കാരികമല്ല, നമ്മളും അനുഭവിക്കും, നമുക്കും ആ വാസന ഉണ്ടാവും, നമ്മളും അനുഭവിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ജീവുള്ള മനസ്സുകൊണ്ട് ചൊല്ലണം, ജീവുള്ള നാവ് കൊണ്ട് ചൊല്ലണം, ജീവുള്ള കണ്ണുകൊണ്ട് നോക്കണം, ജീവുള്ള അക്ഷരങ്ങൾ വായിക്കണം. ജീവുള്ളവർ എഴുതിയ ലേഖനങ്ങളും അവരുടെ പ്രസംഗങ്ങളും അവരുടെ വെയ്ത്തുകളും കേൾക്കണം. ഏതെങ്കിലും ചൊല്ലിയിട്ട് കിട്ടൂല. ഒരാളുണ്ടാക്കി ഒപ്പിച്ചുണ്ടാക്കിയിട്ടൊന്നും ആവൂല. മങ്കൂസ് മൗലിദ് ഒപ്പിച്ച് നമ്മളൊരു മൗലിദ് എഴുതിയാൽ ഒരുപക്ഷെ ആത്മാർത്ഥിന്നാണെങ്കിൽ ഒരുപക്ഷെ ചെറിയ ഗുണങ്ങളൊക്കെ ലഭിച്ചേക്കാം. കുണ്ടൂർ സാഹിന്റെ ബേത്തിൽ കാണാം, ആരംഭ പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ വന്നെത്തി, ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തി. എന്തൊരു വരിയാണ്. എന്നാ കുട്ടികള് അത് ചൊല്ലാതിരിക്കുക ഗുരുദന്റെ സാഹസിൽ. അപ്പൊ അവര് ചിന്തിക്കുക, ഇതിപ്പോ എങ്ങനെ ഹളറത്തിൽ വന്നെത്തിയിട്ടില്ല, അത് മദീനയിൽ എത്തണ്ടേ? അപ്പൊ ഇവര് മാറ്റുക, ആരംഭ പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ വന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. അതൊരു ദുആയാണ്, തെറ്റൊന്നുമല്ല. പക്ഷെ കുണ്ടൂർ ഉസ്താദിന്റെ പാട്ടിന്റെ ഒരു സ്വഭാവം അതിനില്ല. കുണ്ടൂർ ഉസ്താദ് കുണ്ടൂരിലിരുന്ന് ചിരങ്ങരയിലെ സ്റ്റേജിലിരുന്ന് പാടുന്ന പാട്ടാണ് അത്. ആരംഭ പൂവായ മുത്ത് നബിയുടെ ഹളറത്തിലാണ് ഇപ്പൊ നമ്മളുള്ളത്. അള്ളാന്റെ റസൂലിനെ മധു പറയുന്ന സദസ്സ് അവിടുത്തെ ഹളറത്തിലാണ്, അവിടുത്തെ ആത്മാവിന്റെ ബന്ധമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ പാടണം. അത് മദീനയിൽ പോയപ്പോൾ കുണ്ടൂർ ഉസ്താദ് പാടിയത് മാത്രമല്ല, കുണ്ടൂരിലും വെച്ച് പാടിയതാണ്. പൂവായ മുത്ത് നബിയുടെ ഹളറത്തിലാണ് ഇപ്പൊ നമ്മളുള്ളത്. റസൂലുള്ളാഹിന്റെ മധു പറയുന്ന സദസ്സ് അള്ളാഹിന്റെ റസൂലിന്റെ ആത്മീയമായ ഹുലൂറുള്ള സ്ഥലമാണ്. നബി തങ്ങളുടെ ഹുലൂറില്ലാതെ ലോകത്തിന്റെ ഒരു ഭാഗത്തും അവിടുത്തെ മധുഹിന്റെ സദസ്സ് നടക്കുകയില്ല. അള്ളാഹിന്റെ റസൂലിന്റെ മധുഹിന്റെ സദസ്സുകൾ, അള്ളാഹിന്റെ റസൂലിന്റെ ദീനിന്റെ സദസ്സുകൾ, അവിടെയൊക്കെ മുത്തുനബി ജീവിതകാലത്തേക്കാൾ വരുമെന്ന് ഇമാം സുയൂത്തി തങ്ങൾ അവിടുത്തെ തൻവീറുൽ ഹലക്ക് ഫീ റുയത്തിൻ നബി വൽ മലക്ക് കമാ ഹുവ ഹയ്യൻ, അതാ നബി തങ്ങൾ സദസ്സുകളിൽ വരുന്നതാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി പറയുന്നു. മഹാന്മാര് പലരും പറയുന്നു. ബഹുമാനപ്പെട്ട സിഎം വലിയുള്ളാഹി കോഴിക്കോടുള്ള പല മൗലിദിന്റെ സദസ്സിലും പെട്ടെന്ന് മുഖഭാവം മാറി വല്ലാത്ത പേടിക്കുന്ന മുഖത്തോടെ എഴുന്നേറ്റ് നിന്നപ്പോൾ മൗലിദ് കഴിഞ്ഞ് എന്തായിരുന്നു വിഷയമെന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി സദസ്സിലേക്ക് വരുന്നത് ഞാൻ കണ്ടു. ഇതായിരുന്നു സിഎം വലിയുള്ള പറഞ്ഞത്. ഇമാം സുയൂത്തി പറയുന്നുണ്ട്, ഇമാം ബൈഹഖി പറയുന്നുണ്ട്, ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്, ഇമാം ഫാസി തങ്ങൾ പറയുന്നുണ്ട്, ഇമാം ഹലബി തങ്ങൾ പറയുന്നുണ്ട്, ഇവരൊക്കെ പറയുന്നുണ്ട് അല്ലാഹുവിന്റെ റസൂൽ സദസ്സുകളിൽ പ്രത്യക്ഷപ്പെടും. പക്ഷേ നമ്മളെ കണ്ണിന് കാഴ്ചയില്ലാത്തതുകൊണ്ട് കാണുന്നില്ല. കാണുന്നവർ കാണുന്നുണ്ടായിരിക്കും. സുബ്ഹാനല്ലാഹ്, എത്ര സംഭവങ്ങളായി ഈ സദസ്സിൽ പറഞ്ഞാൽ വലിയ പ്രശ്നമാവും. ഞാനതിലേക്ക് കടക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ സദസ്സിലൊക്കെ അങ്ങനെ ഉണ്ടായ എത്രയോ അനുഭവങ്ങൾ മഹാന്മാര് പറയുന്നുണ്ട്. കണ്ടോര് പറയണേ, പക്ഷെ വിഷയം അറിയണ്ടേ. മറ്റവനെ കുറ്റം പറയാനില്ല, അവനാന്റെ കാര്യം നന്നാക്കാൻ ചിന്ത വേണ്ടേ. അല്ലാഹുവിന്റെ റസൂലിനെ ചിന്തിച്ചു പോയ ആളുകൾ, ബഹുമാനപ്പെട്ട സ്വാലിഹുൽ ജാഫരി സുഡാനിൽ നിന്നും അതാ ദീന് പഠിക്കാൻ വേണ്ടി ഈജിപ്തിൽ വന്നവരാണ്. ആശിഖായി തീർന്നു. 30 വർഷത്തിനപ്പുറം കഴിഞ്ഞു പോയ 10ലേറെ വാള്യങ്ങളുള്ള ഇഷ്കിന്റെ കവിതകൾ എഴുതിയ ബഹുമാനപ്പെട്ട ഇമാം സ്വാലിഹുൽ ജാഫരി സയ്യിദാണ്, വലിയ പണ്ഡിതനാണ്. അവിടുത്തെ അൽ മഖ്ബൂല എന്ന കവിത കാണാം. മദീനയിൽ മുത്തുനബിന്റെ അരിയിൽ ഇരുന്ന് റൗളയിൽ ഇരുന്നു കൊണ്ട് 2 പ്രാവശ്യം രചിച്ചതായ കിതാബാണ് അൽ മഖ്ബൂല. 7000 ചില്ലാനം ഹദീസുണ്ട്. അതിലുള്ള ഓരോ ഹദീസിന്റെയും അധ്യായങ്ങൾ ഇമാം ബുഖാരി ബർക്കത്തിന് വേണ്ടി മുത്തുനബിന്റെ ചാരത്തിൽ വെച്ചാണ് ചെയ്തതെന്ന് ഞാനല്ല പറയുന്നത്, ഇബ്നു അൽ അസ്ഖലാനി ഈ ബർക്കത്തിന് വേണ്ടി രചിച്ചതായ സഹീഹുൽ ബുഖാരി തൊടാൻ വഹാബി നിനക്ക് അവകാശമില്ല. അള്ളാന്റെ റസൂല് കുടിച്ച പാത്രം, ആ പാത്രത്തിൽ വെള്ളമൊഴിച്ച് ബസറയിൽ നിന്ന് ഞാൻ കണ്ടു എന്നും അതിൽ വെള്ളമൊഴിച്ച് ബറക്കത്തിന് ഞാൻ കുടിച്ചു എന്നും പറയുന്നത് ഇമാം ബുഖാരിയാണ്. ഇമാം മുനാവി ശർഹ് ശമായിലിൽ ഉദ്ധരിക്കുന്നു.
അങ്ങനെയാണ് നമ്മുടെ ഇമാമിയങ്ങൾ മുഴുവനും ഉണ്ടായത്. സാലിഹുൽ ജാഫരി റൗള ശരീഫിൽ പോയ സംഭവം തന്റെ അൽ മഖ്ബൂലയിലെ ആദ്യ വരി വായിച്ചാൽ ആദ്യമായി ആ കവിത കേട്ടപ്പോൾ ഞാൻ വല്ലാതെ കരഞ്ഞുപോയി. കാരണം നമ്മൾ മദീനയിൽ പോയിട്ടുണ്ട്, നമ്മൾക്ക് അനുഭവങ്ങളില്ല. മദീനയിൽ പോയ ഉമ്മമാരെ, ഉപ്പമാരെ, മദീനയിൽ പലപ്പോഴായി പോയ എന്നെ പോലുള്ളവരെ, നമുക്ക് എന്ത് കിട്ടി? അൽഹംദുലില്ലാഹ് സിയാറത്ത് കിട്ടി, ശരി തന്നെ. പക്ഷേ മദീനയിൽ ആത്മീയമായ ബന്ധം നമുക്ക് കിട്ടിയിട്ടുണ്ടോ? നമ്മുടെ ബോഡി പോയി എന്നല്ലാതെ നമ്മുടെ ആത്മാവ് പോയി. ആ മുത്തിന്റെ മുഖമൊന്ന് മദീനയിൽ നിന്ന് കണ്ടോ? ആയിരക്കണക്കിന് ആളുകൾക്ക് കൈനീട്ടി കൊടുത്തില്ലേ? റിഫാഴി തങ്ങൾ കൈമുത്തിയില്ലേ? ജിലാനി തങ്ങൾ കൈമുത്തിയില്ലേ? നമ്മുടെ നാട്ടിലെ ഉമർ ഖാലി തങ്ങൾക്ക് വാതിൽ തുറന്നു കൊടുത്തില്ലേ? എത്രയോ മഹാന്മാർക്ക് കൈ കൊടുത്തില്ലേ? വഅലൈക്കും സലാം യാ വലദി എന്ന് പറഞ്ഞ് സലാം അടക്കിയില്ലേ? ഒന്നല്ല രണ്ടല്ല പത്തല്ല, എത്ര അനുഭവങ്ങളാണ്. മദീനയിൽ പോയവരെ നമ്മൾ പോയിട്ടില്ല കേട്ടോ. പോയതിൽ സന്തോഷിക്കണമെങ്കിലും യഥാർത്ഥ രൂപത്തിൽ നമ്മൾ പോയിട്ടില്ല. പോകാത്തവൻ ദുഃഖിക്കുന്നതിലേറെ പോയ നമ്മൾ ദുഃഖിക്കേണ്ടിയിരിക്കുന്നു. കാരണം പോകാത്തവൻ പോകാതിരുന്നത് പോകാൻ വിധി കിട്ടിയിട്ടില്ല. പോയിട്ട് നബിയെ കാണാതെ തിരിച്ചു വന്നില്ലല്ലോ. എന്നാൽ നമ്മൾ പോയിട്ട് മുത്തിനെ കാണാതെ തിരിച്ചു വന്നെങ്കിൽ നമ്മളുടെ യാത്ര സിയാറത്ത് എന്താണ്? വല്ലാതെ വിലപിക്കൂ, മദീനയിലേക്ക് മനസ്സ് കൊടുക്കൂ. അള്ളാഹുവിന്റെ റസൂലിനൊരു നോക്ക് നമുക്ക് കാണണ്ടേ? ബഹുമാനപ്പെട്ട സാലിഹുൽ ജാഫരിയുടെ കവിതയിൽ കാണാം, ലിദാരിൽ ഖുൽദി ഖദ് ജീനാ വലിൽ മുഖ്താരി ഖദ് സുർനാ وفي الروضات صلينا وشاهدنا رسول الله. ആദ്യത്തെ വരിയാണ് വല്ലാതെ മനസ്സ് വേദനിക്കുന്നു. ലിദാരിൽ ഖുൽദി ഖദ് ജീനാ, ശാശ്വത സ്വർഗത്തിനാണ് ദാറുൽ ഖുൽദ് എന്ന് പറയുക. മുസ്ലിമിന്റെ സ്വർഗമാണ് മദീന. മാ ബൈന ഖബരി മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഈ ഹദീസ് സ്വഹീഹായ ഹദീസാണ്. ആ ഹദീസ് വിശദീകരിച്ച് ഇബ്നു ഹജർ തങ്ങൾ ഈവാഹിന്റെ വിശദീകരണത്തിൽ 3 മാനകൾ പറയുന്നു. 3 മാനയും നബി തങ്ങൾക്ക് ഉദ്ദേശമുള്ളതായിരിക്കും. അതിലൊന്ന് ആ റൗള, ഇന്നുള്ള റൗള, അത് ഇപ്പോൾ തന്നെ സ്വർഗത്തിന്റെ മുകളിലാണ്. സാലിഹുൽ ജാഫരിയുടെ വാക്കും അങ്ങനെ തന്നെയാണ്, ലിദാരിൽ ഖുൽദി ഖദ് ജീനാ. മദീനയിലേക്ക് സ്വർഗമാകുന്ന മുഅ്മിനിന്റെ സ്വർഗമായ സ്വർഗാരാമമായ